4 വർഷം ഹയർ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ എന്ന നിലയിൽ നിങ്ങൾ വിദ്യാഭ്യാസ രംഗത്ത് കൊണ്ടുവന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്? ഇന്ന് ഹയർ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ എന്നുള്ള നിലയിൽ വളരെയധികമുള്ള ഒരു സന്തോഷ വാർത്തയാണ് നിങ്ങൾക്ക് ഞാൻ ഇന്ന് എക്സ്ക്ലൂസീവായിട്ട് തരാൻ പോകുന്നുള്ളത്. നമ്പർ 1 എന്ന് പറയുന്നത് ഓരോ യൂണിവേഴ്സിറ്റിയുടെ കീഴിലും അതുപോലെ തന്നെ നാക് അഗ്രേഡ് ആയിട്ടുള്ള കോളേജുകളുടെ കീഴിലും ജോബ് പ്ലേസ്മെന്റ് സെല്ലുകൾ നമ്മൾ തുടങ്ങുകയാണ്. ഓൺലൈൻ ഹയർ എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ടിട്ട് മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി അതുപോലെ തന്നെ കേരള യൂണിവേഴ്സിറ്റി അന്യ സംസ്ഥാനങ്ങളിൽ കൊണ്ടുവരുന്നത് പോലെ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു പഠന സാധ്യത അവൈലബിൾ ആക്കി കൊടുക്കും എന്നുള്ളത് രണ്ടാമത്തെ ഒരു വാർത്തയാണ്. ടൈം പീരീഡ് പറയാൻ പറ്റും, ഇത്ര ദിവസം കൊണ്ട് അങ്ങനെയൊക്കെ ചോദിക്കണോ? വേണ്ടല്ലോ. ഈ വീഡിയോ ആർ ബിന്ദു ഹയർ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ അതുപോലെ നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ സാറിനും കൂടി നമ്മൾ സമർപ്പിക്കുകയാണ്. നിങ്ങൾ അധികാരികൾ എന്ന് ഇതുപോലെ വന്ന് നമ്മുടെ സമൂഹത്തിന്റെ മുമ്പിൽ വന്ന് ഇതുപോലെ കാര്യങ്ങൾ പറയുന്നുവോ അന്നായിരിക്കും നമ്മുടെ വിദ്യാഭ്യാസത്തിനും വിദ്യാർത്ഥികൾക്കും നേട്ടമുണ്ടാവുക എന്നുള്ളത് നിങ്ങൾ ഒരിക്കൽ കൂടി ഞാൻ ഓർമ്മിപ്പിക്കുന്നു.